സർവകലാശാലകളിലെ സ്ഥിരം വിസിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഗവർണറെ കാണാൻ മന്ത്രിമാർ. പി രാജീവ്, ആർ ബിന്ദു എന്നിവർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും. സ്ഥിരം വിസിമാരെ സർക്കാർ പട്ടികയിൽ നിന്ന് നിയമിക്കണമെന്ന് മന്ത്രിമാർ ഗവർണറോട് അഭ്യർത്ഥിക്കും. കൂടിക്കാഴ്ചയ്ക്ക് ഗവർണർ സമ്മതം അറിയിച്ചതോടെ അനുരഞ്ജനത്തിന് സർക്കാർ തയ്യാറാകുമെന്നാണ് വിലയിരുത്തൽ. അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അഖിൽ, ഈ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, കഴിഞ്ഞ കുറേ നാളായി കേരളത്തിലെ സർവകലാശാലകളിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ചാൻസലർ കൂടിയായ ഗവർണർ എടുക്കുന്ന തീരുമാനങ്ങൾക്കെല്ലാം ഘടകവിരുദ്ധമായിട്ടാണ് സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിക്കുന്നത്. അത് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയും ഒക്കെ തന്നെ സമീപിക്കുമ്പോഴും കോടതിയുടെ ഭാഗത്ത് നിന്ന് ചാൻസലർ എന്ന നിലയ്ക്ക് സർവകലാശാലകളിൽ കാര്യങ്ങൾ ഇടപെടാനുള്ള ഉത്തരവാദിത്തം, പരിപൂർണമായ ഉത്തരവാദിത്തം അത് ഗവർണർക്കാണ് എന്ന് പലവട്ടം കോടതി പറയുകയും ചെയ്തു. സർക്കാരിനെല്ലാം തന്നെ വലിയ തിരിച്ചടി നേരിടുകയും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സാങ്കേതിക സർവകലാശാലയിലും അതുപോലെ തന്നെ ടെക്നിക്കൽ സാങ്കേതിക സർവകലാശാലയിലും മറ്റൊന്ന് അതുപോലെ തന്നെ ഉള്ളത് ഡിജിറ്റൽ സർവകലാശാലയിലുമായി 2 വിസിമാരെ നിയമനം നടത്തുന്നതാണ്. അത് സ്ഥിരമായി വിസിമാർ വേണമെന്നൊരു ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമനം നടത്തിയ 2 താൽക്കാലിക വിസിമാരാണ് നിലവിൽ ഇപ്പോൾ വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്നത്. അത് ചോദ്യം ചെയ്താണ് ഗവർണറുടെ നിയമനത്തെ ചോദ്യം ചെയ്താണ് സർക്കാർ രംഗത്തെത്തുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ നിയമപരമായി നിലനിൽക്കുന്നില്ല എന്നതായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സമവായ ചർച്ചയ്ക്ക് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സംസ്ഥാനത്തെ നിയമമന്ത്രി പി രാജീവും നേരിട്ട് രാജ്ഭവനിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ചർച്ചയ്ക്ക് എത്തിയിരുന്നു. അതിനുശേഷം VS അച്യുതാനന്ദന്റെ നിര്യാണം നടക്കുന്ന ആ ദിവസം പി രാജീവും ആർ ബിന്ദു മിനിസ്റ്ററും ഒക്കെ തന്നെ ചർച്ചയ്ക്ക് എത്തിയിരുന്നു. തുടർച്ച എന്ന നിലയ്ക്കാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും അതുപോലെ തന്നെ നിയമവകുപ്പ് മന്ത്രി പി രാജീവും വീണ്ടും രാജ്ഭവനിലേക്ക് ഒരു ചർച്ചയ്ക്കായി എത്തുന്നത്. ഇന്നലെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെയൊക്കെ തന്നെ ചർച്ചയ്ക്കായി ഇതിനായി നിയോഗിച്ചിരുന്നെങ്കിലും പക്ഷെ അവരാരും തന്നെ രാജ്ഭവനിൽ എത്തിയിരുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇന്ന് രാവിലെ അത്തരത്തിലൊരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും VC നിയമനവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ ഇന്ന് ഗവർണറെ കാണുകയും സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കുകയും ചെയ്യും. ദേവിക, ശരി. സർവകലാശാലയിലെ സ്ഥിരം വിസിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഗവർണറെ കാണാൻ മന്ത്രിമാർ ഒരുങ്ങുകയാണ്. പി രാജീവ്, ആർ ബിന്ദു എന്നിവർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും. സ്ഥിരം വിസിമാരെ സർക്കാർ പട്ടികയിൽ നിന്ന് നിയമിക്കണമെന്ന് മന്ത്രിമാർ ഗവർണറോട് അഭ്യർത്ഥിക്കും. കൂടിക്കാഴ്ചയ്ക്ക് ഗവർണർ സമ്മതം അറിയിച്ചതോടെ അനുരഞ്ജനത്തിന് സർക്കാർ തയ്യാറാകുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അഖിൽ പാലോട്ടുമടമാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.